Hi all, it's me Kurgu Malayali and welcome back. കൂർഗിലെ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. അതിലൊരു മനോഹരമായ ഒരു സ്ഥലമാണ് മടിക്കേരിയിലുള്ള രാജാ സീറ്റ്. രാജാ സീറ്റ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ, രാജാവിൻ്റെ ഇരിപ്പിടം. ആ ഒരു പേരിലാണ് ഇവിടെ അറിയപ്പെടുന്നത്. അതേപോലെ ചരിത്രപരമായിട്ട് ഒരുപാട് ബന്ധമുണ്ട് ഈ ഒരു സ്ഥലത്തിന്. ഇതിന് മുന്നേ ഒരു 2 കൊല്ലം മുന്നേ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്തിൽ ഇവിടെ ഒരു ഫ്ലവർ ഷോ നടക്കുന്ന ആ ഒരു ടൈമാണ് കേട്ടോ. ഈ ഒരു സ്ഥലത്ത് കാണാൻ എന്താ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു പ്രകൃതി സൗന്ദര്യം തന്നെയാണ് കേട്ടോ. മോർണിംഗും ഈവനിങ്ങും നല്ല വൈബ് തന്നെ ഇരിക്കും. പിന്നെ ഈ ഒരു തണുപ്പുള്ള സമയത്ത് പിന്നെ പറയണ്ട, അത്രയും അടിപൊളി തന്നെ ഇരിക്കും കേട്ടോ. നമ്മൾ ഫാമിലി ആയിട്ടെല്ലാം പോകുന്നതിൽ വലിയ കുഴപ്പമൊന്നുമില്ല, അത്രയും അടിപൊളിയായിട്ടുള്ള സ്ഥലമാണ്. അതേപോലെ എൻട്രി ഫീസ് 40 രൂപ 20 രൂപയാണ് മറ്റാണ് കേട്ടോ. ഇവിടെ ഏത് ടൈമും അത്യാവശ്യം നല്ല ആളുണ്ടാകും. കാരണം ഇതൊരു അടിപൊളിയായിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റുള്ള ഒരു സ്ഥലം കൂടിയാണ്. മോർണിംഗ് 5:30 മുതൽ നൈറ്റ് ഒരു 8 PM വരെയാണ് കേട്ടോ ഇത് ഓപ്പൺ ആയിട്ടുണ്ടാകും. ഈ ഒരു ടൈം മാത്രമല്ല, രാത്രിയും ഇവിടെ അടിപൊളി തന്നെയായിരിക്കും. കാരണം ഇവിടെ ആ ഒരു ടൈമിൽ മ്യൂസിക്കും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നല്ലൊരു വൈബ് തന്നെയായിരിക്കും. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു വ്യൂ പോയിൻറ്റ്. ഈ ഫോണിൽ കാണുന്ന പോലെ ഒന്നല്ല കേട്ടോ, നേരിട്ടിട്ട് അത്രയും അടിപൊളിയാണ്. പിന്നെ അതുമാത്രമല്ല നല്ല കാറ്റും ആണ് കേട്ടോ. ഇവിടെ പ്രകൃതി ഭംഗിയെല്ലാം ആസ്വദിക്കുന്നവർക്ക് വരാൻ പറ്റിയൊരു അടിപൊളി സ്പോട്ട് തന്നെയാണ്. എടുത്തു പറയേണ്ട ഒന്ന് ഇവിടുത്തെ വ്യൂ പോയിൻറ്റ് തന്നെയാണ്. പിന്നെ നല്ല ക്ലൈമറ്റും. പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും നീറ്റായിട്ടാണ് ഇവരിത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഒരുപാട് ഫ്ലവേഴ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. നിങ്ങളിവിടെ വരുന്നുണ്ടെങ്കിൽ ഒന്നിക്ക് സൺറൈസ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ സൺസെറ്റ് ഇതാകുന്ന സമയത്തോ വന്നു കഴിഞ്ഞാലാണ് കൂടുതലായിട്ട് നമുക്ക് ആസ്വദിക്കാൻ പറ്റുക. പിന്നെ ഗാർഡൻ തന്നെ പല രീതിയിൽ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതായി കാണുന്നതെല്ലാം അടിപൊളിയാണ്, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. പിന്നെ ഇത് ആന, നല്ല അടിപൊളി തന്നെയാണ് കാണാൻ. പിന്നെ മാന്, അങ്ങനെ പലതരം അതിൻ്റെ സ്റ്റാച്ചുവും കാര്യങ്ങളും. സത്യം പറഞ്ഞാൽ ഇവിടുത്തെ വ്യൂ പോയിൻ്റ് ഒരു രക്ഷയില്ല. നിങ്ങൾ നേരിട്ട് വന്ന് കഴിഞ്ഞിട്ട് ഇത് ആസ്വദിക്കുക തന്നെ വേണം. പിന്നെ ഇതിൻ്റെ ഒരു ഹിസ്റ്ററി പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂർഗിലെ രാജാക്കന്മാർ വൈകുന്നേരങ്ങളിൽ ഇവിടെ ചെലവഴിക്കലുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു സ്ഥലത്ത് രാജാ സീറ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇതുമാത്രമല്ല, ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കാം ആൻഡ് കൂളായിട്ടുള്ള അറ്റ്മോസ്ഫിയറാണ്. ഇവിടെ അത്യാവശ്യം കുറേ ആളുണ്ട്, പക്ഷെ അതിൻ്റെ ഒച്ചപ്പാടോ കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല. അത്രയും കൂളാണ് ഇവിടെ. കാണുന്നതിനെക്കാട്ടും കൂടുതൽ ഭംഗി ഇവിടെ ഒരു ഫ്ലവർ ഷോ വരുത്തുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അത് കൊല്ലത്തിൽ നടക്കലുണ്ട്. ആ ഒരു ടൈം അത്രയും അടിപൊളി തന്നെയായിരിക്കും. കാരണം ഈ കാണുന്നത് മൊത്തം അവർ ഫ്ലവറിനെ കൊണ്ട് അവർ അലങ്കരിക്കും. അപ്പോൾ ആ ഒരു ടൈമിലുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ അടുത്തൊരു സ്പോട്ടാണ് കുശാനഗറിലെ നിസർഗധാമ. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഈ ഒരു നിസർഗധാമയിൽ ഷോപ്പിംഗ് മാത്രമല്ല, ഇതിൻ്റെ കുറച്ച് അങ്ങോട്ട് ദ്വീപും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഞാൻ എൻട്രൻസിൽ തന്നെയുള്ളൊരു മിസ്റ്റി ഫാൻസി ഷോപ്പിലാണ് കയറിയിട്ടുള്ളത്. ഇവിടെ ഒരുപാട് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡെക്കർ ഐറ്റംസ്, ബാഗ്, ക്ലിപ്സ്, അങ്ങനെ ഫാൻസിയിലുള്ള ഒരുപാട് ഐറ്റംസ് ഉണ്ട്. കളക്ഷൻസുള്ള ഇയറിങ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്കൊന്നും ഇത് 3 എണ്ണത്തിന് 100 കേട്ടോ. ഒരു ഷോപ്പിലാണ് കേട്ടോ ഞാൻ കയറിയിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ.